കൊട്ടിക്കലാശത്തിനിടെ UDF അക്രമം. കല്ലമ്പലം ചാത്തൻപാറയിലാണ് അക്രമമുണ്ടായത്. UDF മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നബീലിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത്. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, എന്താണ് സംഭവിച്ചത്? കൊട്ടിക്കലാശത്തിനിടെയായിരുന്നു UDF അക്രമം. കല്ലമ്പലം ചാത്തൻപാറയിലാണ് അക്രമം ഉണ്ടായത്. UDF മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നബീലിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത്. ആലങ്കോട് ഭാഗത്തു നിന്നും 15ഓളം ബൈക്കുകളിലെത്തിയ UDF പ്രവർത്തകരാണ് LDF പ്രവർത്തകർക്ക് നേരെ ബൈക്ക് റേസിംഗ് നടത്തിയത്. ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എന്തായാലും 30ഓളം പേര് വരുന്ന അക്രമി സംഘം LDF പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. സുലേഖ ശശികുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, എന്താണ് സംഭവിച്ചത്? ആര്യ, ഈ കൊട്ടിക്കലാശത്തിനിടെയാണ് ഇത്തരത്തിൽ UDFന്റെ നേതൃത്വത്തിൽ CPIM LDF ആയിട്ടുള്ള DYFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആറ്റിങ്ങൽ കല്ലമ്പലം ചാത്തൻപാറയിലാണ് ഈ കൊട്ടിക്കലാശത്തിനിടെ UDF മണമ്പൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ നബീലിന്റെ നേതൃത്വത്തിൽ കൊടും ക്രിമിനലുകളും അതിനൊപ്പം തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഹൈൽ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇന്ന് 5 മണിക്ക് LDF പ്രവർത്തകരുടെ കൊട്ടിക്കലാശം അവസാനിച്ച് മടങ്ങുമ്പോൾ ഈ ആലങ്കോട് ഭാഗത്ത് നിന്ന് 15ഓളം ബൈക്കുകളിൽ UDF പ്രവർത്തകർ എത്തുകയും അവർ LDF പ്രവർത്തകർക്ക് നേരെ ബൈക്ക് റേസിംഗ് നടത്തുകയും ചെയ്തു. ആ സമയത്ത് പോലീസ് എത്തുകയും ഇരുകൂട്ടരെയും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മണമ്പൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ നബീൽ കല്ലമ്പലത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുഹൈൽ ഉൾപ്പെടെയുള്ള 30ഓളം പേരടങ്ങുന്ന അക്രമി സംഘം സ്ഥലത്തേക്ക് എത്തുകയും LDF പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. കുറുവടികൾ, അതിനൊപ്പം തന്നെ മാരകായുധങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് UDF പ്രവർത്തകർ CPM പ്രവർത്തകരായ അജിത്ത്, വിഷ്ണുമോഹൻ, അരുൺ, അമൽ എന്നിവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും അതിനൊപ്പം തന്നെ കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് ഈ സുഹൈൽ എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇത്തരത്തിൽ മാരകായുധങ്ങൾ, കുറുവടികൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ LDF പ്രവർത്തകർക്ക് നേരെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിടുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായത് എന്നതാണ് LDF പറയുന്ന ഒരു കാര്യം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട UDF പ്രവർത്തകർക്ക് നേരെ കല്ലമ്പലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആര്യ, ശരി. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.